അപ്പോൾ നമ്മളിന്ന് മോട്യൂളിൻ്റെ 4 സ്ട്രോക്ക് ഓയിൽ, ഇതൊരു സെമി സിന്തറ്റിക് ഓയിലാണ്. ഈ ഓയിലാണ് ഞാൻ ഇന്ന് ഒഴിച്ച് പരീക്ഷിക്കാൻ നോക്കുന്നത്. ഇതിനു മുന്നേ ചോദിച്ചാൽ ലിക്വിമോളിയുടെ ഫുള്ളി സിന്തറ്റിക് ഓയിലായിരുന്നു. അത് നല്ല ഓയിലായിരുന്നു, അത്യാവശ്യം നല്ല എഞ്ചിൻ ലൈഫ്, ഓയിൽ ലൈഫ് കിട്ടുമായിരുന്നു. പക്ഷേ ആ ഓയിൽ കുറച്ചുകൂടി എനിക്ക് ലിക്വിമോളിയുടെ ഓയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൈവേ ടൂറിങ്ങിനൊക്കെ പോകുന്നവർ, അത്യാവശ്യം ഹൈ സ്പീഡിൽ പോകുന്നവർക്ക് പറ്റുന്ന ഒരു ഓയിലാണ് തോന്നുന്നത്. അതിൻ്റെ ആ രീതിയിലാണ് അതിൻ്റെ പെർഫോമൻസ്. കുറച്ച് ടോപ്പിൻ്റെ എത്തുമ്പോഴായിരുന്നു അതിൻ്റെ ഒരു പെർഫോമൻസ്. ടോർക്ക് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ, ചിലപ്പോൾ വണ്ടിയുടെ ആയിരിക്കും. എന്നാലും ഞാൻ ഇത്തവണ മോട്യൂളിലേക്ക് തന്നെ ഒന്ന് മാറി നോക്കുകയാണ്. മോട്യൂളിൻ്റെ സെമി സിന്തറ്റിക് ഓയിലാണിത്. ഇതെന്ന് പറയുമ്പോൾ 20W50 ആണ് ഇതിൻ്റെ റേറ്റിംഗ്, ഓയിൽ റേറ്റിംഗ്. അതായത് നമ്മുടെ വണ്ടിക്ക് ഏതാണോ സ്യൂട്ടായെന്നുള്ള അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എൻ്റെ വണ്ടി പൾസർ AS 150 ആണ്. അതിന് ഈ ഒരു ഗ്രേഡാണ്, ഓയിൽ ഗ്രേഡാണ് വേണ്ടത്. അത് നമ്മുടെ ഓണേഴ്സ് മാനുവലിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ച് അതിന് കറക്റ്റായി സ്യൂട്ടായ തന്നെ നമ്മൾ ഒഴിക്കാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ 20W50ക്ക് പകരം 15W50 അല്ലെങ്കിൽ 10W30 അതൊന്നും ഒഴിക്കല്ലേ. അതെല്ലാം എഞ്ചിന് ഒരുപാട് ദോഷം സംഭവിക്കും. അപ്പം ഇതിൻ്റെ ഓയിലിൻ്റെ വിലയെന്ന് പറയുമ്പം 490 ആണ് ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൻ്റെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കൊരു 450ക്ക് കിട്ടി. അപ്പോൾ ഈ ഓയിൽ മാറുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ വർക്ക്ഷോപ്പിലൊന്നും കൊടുത്തല്ല, വീട്ടിൽ തന്നെയാണ് മാറുന്നത്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം 2-3 ടൂൾസ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മാറാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ടൂൾസാണ് വേണ്ടത്, പിന്നെ ഓയിൽ മേടിക്കുമ്പം നമ്മളതിൻ്റെ കൂടെ ഓയിൽ ഫിൽറ്ററും കൂടെ മാറണം. പലരും മാറുന്നില്ല. അപ്പം അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ കാണാൻ പോണത്. അപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഓയിൽ മാറാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡ്രെയിൻ ബോൾട്ട് അഴിക്കാൻ വേണ്ടി ഒരു 18 mm റിംഗ് സ്പാനർ വേണം. ഇത് എല്ലാ ഷോപ്പിലും കിട്ടും. ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതാണ്. വണ്ടി ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം പണികൾക്കൊക്കെ അത് ഉപകരിക്കും. പിന്നെ ഒരു 8 mm ഒരു ടീ സ്പാനർ വേണം. ഇത് നമുക്ക് ഫിൽറ്റർ ക്യാപ്പ്, ഓയിലിൻ്റെ ഫിൽറ്റർ ക്യാപ്പ് അയക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ മാറുമ്പോൾ അതിൻ്റെ ഓയിൽ ഫിൽറ്ററും മാറണം. അതിൻ്റെ ഓയിൽ ഫിൽറ്റർ നമ്മൾ ബജാജിന് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓറിംഗ് ആണ്, അതിൻ്റെ ആ ഓയിൽ ക്യാപ്പിൽ വരുന്നൊരു ഓറിങ്. പിന്നെ ഓയിലും കുറച്ച് കോട്ടൺ വേസ്റ്റും ആ ചേമ്പറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട്. നമ്മൾ വണ്ടിയുടെ ഓയിൽ മാറാൻ പോവാണ്. ഓയിൽ മാറുന്നതിന് മുന്നേ വണ്ടി ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് 2 മിനിറ്റ് വണ്ടി ഒന്ന് ഓണാക്കി ഇടുക. അതിന് ശേഷം ഇതാണ് അതിൻ്റെ ഡ്രെയിൻ ബോൾട്ട്. ഒരിക്കലും വണ്ടി ഓടി വന്ന വണ്ടി ഉടനെ അതിൻ്റെ ഓയിൽ മാറാൻ നോക്കല്. അപ്പോൾ വളരെ ചൂടായി, എഞ്ചിൻ ടെമ്പറേച്ചർ കൂടുതലായി തന്നെ ഓയിൽ തിളച്ചിരിക്കുക. ആ സമയത്ത് ഈ ഡ്രെയിൻ ബോൾട്ട് നമ്മൾ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കൈക്ക് പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി ഓയിൽ മാറാൻ പോവാണ്. ഇപ്പോൾ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഡ്രെയിൻ ബോൾട്ട് നമ്മൾ ഏകദേശം അഴിച്ചതിന് ശേഷം വളരെ സൂക്ഷിച്ച് കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ ഇതിന്ന് അഴിച്ചെടുക്കുക. അപ്പം ഓയിൽ കണ്ടോ, ഓയിലിങ് വരുന്നതാണ്. ഇതതിൻ്റെ സ്റ്റിക്കാണ്, സ്റ്റെയിൻ ഫിൽറ്ററാണ്. ഇത് പതിയെ ഇതങ്ങനെ വെച്ചേക്കുക. ഏറ്റവും അവസാനം അത് ഊരിയെടുത്താൽ മതി. അത്യാവശ്യം നല്ല പഴകിയ ഓയിലാണ്. അതുകൊണ്ടാണ് ഓയിലിൻ്റെ അളവ് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും 5500 കിലോമീറ്ററോളം ഓടിയെന്ന് തോന്നുന്നു. ഈ സ്റ്റെയിനർ നമുക്ക് ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് വെള്ളമില്ല, ഡീസലൊക്കെ ഒഴിച്ച് എന്നിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ ഓയിൽ മാറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉടനെയാണ് നമ്മൾ ഓയിൽ മാറി ജസ്റ്റ് ഇത്രയും വീണ് കഴിഞ്ഞാൽ തന്നെ പുതിയ ഓയിൽ ഒഴിക്കാൻ നോക്കല്. മാക്സിമം പോകുന്നത്രയും പോകണം. ഒരു 3-4 മണിക്കൂർ വെക്കാൻ സമയമുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അത്രയും ഓയിൽ കംപ്ലീറ്റ് ഇറങ്ങി കിട്ടും. എന്നതിന് ശേഷം പുതിയ ഓയിൽ ഒഴിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണും എഞ്ചിൻ കേസിൽ തന്നെ. ഇത് ആണ് നമുക്ക് മാറേണ്ടത്. ഇതിൽ 3 ബോൾട്ടിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഞാൻ മറ്റേ 8 mm ടീ സ്പാനർ ആണെന്ന് ഇത് അഴിക്കാനായിട്ട്. ഇത് ഓയിൽ അത്യാവശ്യം മൊത്തം പോയതിന് ശേഷം ഇത് അഴിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഓയിൽ പോയി മൊത്തം താഴെ വീഴും. അപ്പോൾ ഈ പഴയ ഓയിൽ നമ്മൾ എടുക്കാനാണ് നമ്മളൊരു പാത്രം ചെയ്യുന്നത്. ഇത് നമുക്ക് തുരുമ്പ് കളയാനൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഈ 3 ബോൾട്ടും പോകാതെ സൂക്ഷിക്കണം. കാരണം ഇതൊക്കെ സ്പെയർ കിട്ടാനൊക്കെ അത്യാവശ്യം പാടാണ്.
ഓയിൽ ഫിൽറ്റർ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇത് ഉണ്ട്, ഈ ഒരു പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കണക്ക് തന്നെ ആയിരിക്കും നമ്മൾ പുതിയത് കയറ്റേണ്ടത്. പുതിയ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് പതിയെ വലിച്ചെടുക്കുക. ഇവിടെ ഒരു ഓറിങ് ഉണ്ട്, ഈ ഓറിങ് ആദ്യം ഊരുക. അതിന് ശേഷം ഇത് പതുക്കെ അഴിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ ഓയിൽ വരും. കഴിഞ്ഞിപ്പോൾ കുറച്ചുകൂടെ ഓയിലേ പോകാനുള്ളൂ. എന്നാൽ ഞാൻ മാക്സിമം സമയം ഇത് വെക്കുകയാണ്, 2 മണിക്കൂർ വെക്കുകയാണ്. മാക്സിമം ഓയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രം പുതിയ ഓയിൽ ഒഴിക്കാം. ഞാൻ ഓയിൽ ഫ്ലഷ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഓയിൽ ഫ്ലഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷേ നമ്മൾ അത്ര എക്സ്പേർട്ട് ആയിരിക്കണം. കാരണം ഓയിൽ ലീക്കേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പാക്കിംഗ് ഒക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ ഓയിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽറ്റർ ആകുമ്പം ഒരു ലീക്കിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓയിൽ ഫിൽറ്റർ മാറുന്നില്ല, എൻജിൻ ഫ്ലഷ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. എന്തുമാത്രം അഴുക്കാൻ നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഓടിയാണ്, 6000 കിലോമീറ്റർ അടുത്ത്, 5500 മേളിൽ കിലോമീറ്റർ ഓടി. അതാണ് ഇത്ര അഴുകായ. ഞാൻ പിന്നെ ലോങ് ഒന്നും ഓടിയില്ല, ടൗൺ യൂസേജ് ആയിരുന്നു. അതാണ് അത്ര ഞാൻ മാറാൻ. ലിക്വിമുള്ളിയുടെ ഓയിൽ എന്നാലും കൊള്ളാം, പെർഫോമൻസ് ഒന്നും ഒരു കുറവുമില്ലായിരുന്നു. ഇത്തവണ മോട്ടീവിലേക്ക് മാറി, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ഈ സെമി സിന്തറ്റിക് ഓയിലും അല്ലെങ്കിൽ സിന്തറ്റിക് ഓയിലൊക്കെ നമ്മൾ എന്തിനാണ് വണ്ടിയിൽ ഒഴിക്കുന്നത്? വില കൂടിയ പ്രീമിയം ഓയിൽ എന്തിനാണ് ഒഴിക്കുന്നത്? നോർമൽ ഓയിൽ 350 രൂപയ്ക്കൊക്കെ ഈ ബജാജിൻ്റെ ഓയിൽ അല്ലെങ്കിൽ സെർവോഡ് ഓയിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എന്തിനാ 850-900 രൂപ കൊടുത്ത് പ്രീമിയം ഓയിൽ മേടിക്കുന്നതെന്ന് ചോദിക്കും. അതിനൊരു സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ തരാം. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ ഒഴിച്ചതാണ്, ലിക്വിമുള്ളിൽ ഓയിൽ ഒഴിച്ചാൽ ഏകദേശം 6500 കിലോമീറ്റർ വണ്ടി ഓടിയ ശേഷം ബാക്കി തിരിച്ച് കിട്ടിയ ഓയിലിൻ്റെ അളവ് വേണ്ട, ഇത്രയും കിട്ടി ഏകദേശം. ഇതിലിപ്പം ലീക്ക് ചെയ്ത് പോയതും അതായത് ഞാനിപ്പോൾ എടുത്ത വഴി പോയതൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും ഇത്രയും തന്നെ കാണും. അപ്പോൾ ഇത്രയും മാത്രം ഓയിൽ നമുക്ക് അതായത് ബേൺ ചെയ്ത് പോയിട്ടുള്ളൂ. നോർമൽ ഒരു സെർവോഡ് ഓയിൽ അല്ലെങ്കിൽ ഒരു ബജാജിൻ്റെ ഓയിലൊക്കെ ആണെങ്കിൽ ഒരു 4000 കിലോമീറ്റർ ആകുമ്പോഴത്തേനും അത് ഇത്രയാവും, പകുതിയോളം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു ഓയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് പ്രീമിയം ഓയിൽ, അതായത് സിന്തറ്റിക് ഓയിലിൻ്റെയൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് അധികം തീരുക എന്നുള്ളത്. അത് നമ്മുടെ ഓയിലുണ്ടാകുന്ന അഴുക്ക് കംപ്ലീറ്റ് വലിച്ചെടുക്കും എഞ്ചിനുണ്ടാകുന്ന, അല്ലാതെ അത് തീരില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഒരിക്കലും ഓയിലില്ലാതെ ഡ്രൈ ആയിട്ട് ഓടുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു നോർമൽ മിനറൽ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ തീരുന്ന കാരണം എഞ്ചിൻ ലൈഫ് ശരിക്കും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ പ്രീമിയം ഓയിൽ ഒഴിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. വെറുതെ പൈസ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെടുന്നൊന്നുമില്ല, അതിനുള്ള മൂല്യം ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു അളവ് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചതാണ്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം, മോട്ടീവിൻ്റെ സെമി സിന്തറ്റിക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ നമ്മൾ ഓയിൽ ഊറ്റിക്കളഞ്ഞാലും കുറച്ച് ഓയിൽ അതിനകത്ത് മിക്സായി കിടക്കും. അതങ്ങനെ അതിൻ്റെ ട്രാക്കിൻ്റെ ഘടനയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ടാകുന്ന പോലെ സമയമുള്ളത്രയും ഇത് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത ആ ഒരു ഡ്രെയിൻ ഫിൽറ്ററുണ്ട്, സ്ട്രെയിൻ ഫിൽറ്റർ, അതങ്ങിട്ട് കൊടുക്കാം. അതിന് ശേഷം അതങ്ങിട്ട് കൊടുത്തു. അതിനുശേഷം ഇതാ ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ടാണ്, ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിൻ്റെ ഓയിൽ ഫിൽറ്റർ അങ്ങനെ ഇടാം. ഇതിൻ്റെ ഉണ്ടോ പഴയതിൻ്റെയും പുതിയതിൻ്റെയും വ്യത്യാസം അവസ്ഥ ഉണ്ട്, അതാണ് ഇത്. ഇപ്പോൾ എല്ലാ ഓയിൽ മാറുമ്പോഴും നമ്മൾ ഇത് മാറണം. ഇതെങ്ങനെയാണോ പൊസിഷൻ കണ്ടോ കറക്റ്റ് സ്പ്രിങ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ വണ്ടിയിൽ. അതങ്ങ് ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് 2 വർഷം ടെസ്റ്റ് ചെയ്ത് അത് ടൈറ്റ് ആവും. അതിനുശേഷം നമ്മുടെ ഫിൽറ്റർ ക്യാപ്പ് ഇടണം. ഫിൽറ്റർ ക്യാപ്പല്ല, ഈ ഓറിങ് ഇടണം. ഈ ഓറിങ് അതിൻ്റെ ചുറ്റിനും വരുന്നൊരിതാണ്, അത് നമ്മൾ ഇതിലേക്ക് ഫിൽറ്റർ ക്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ പുതിയ ഓറിങ്ങും ഇതിലേക്ക് ഇട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു തരി മണ്ണ് പോലും അകത്തേക്ക് വീഴല്, അത് കംപ്ലീറ്റ് ഓയിലിൽ സർക്കുലേറ്റ് ആവും. ഇപ്പോൾ ഈ ഫിൽറ്റർ ക്യാപ്പ് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് കറക്റ്റ് ആ പൊസിഷനിൽ മാത്രമേ ടൈറ്റ് ആവുള്ളൂ. ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ഇത് 3ഉം ഒരേപോലെ ടൈറ്റ് ചെയ്യണം. അതാണ് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ, അത് 2 കൈ ആവശ്യമുള്ള ഇതാണ്. അപ്പോൾ ഇത് ഫുള്ള് ടൈറ്റ് ചെയ്ത് ഈ ഇരുവഴിയാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. കംപ്ലീറ്റ് അപ്പുറത്തെ ഭാഗം ടൈറ്റ് ചെയ്യുന്ന ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മോട്ടീവിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു ഫണ്ടിൽ വെച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം.
നമ്മൾ ഒഴിക്കുന്നതനുസരിച്ച് ഇവിടെ ഈ സ്ക്രീനിൽ കണ്ടെന്ന് അറിഞ്ഞു വരുന്ന കാണാം. ലെവൽ ഫുള്ളാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓയിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ, എൻജിൻ സൗണ്ടും ഒന്ന് നോക്കണം. വണ്ടി എത്രത്തോളം സൈലൻ്റ് ആയെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി. ശരിക്കും സൈലൻ്റായി. പുതിയ ഓയിലാണ്. പുതിയ ഓയിലിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇതാണ്, കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന ഓയിൽ. ഇവിടെ ലീക്കൊന്നും കാര്യമില്ല, ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ലീക്കൊന്നും കാണുന്നില്ല. വണ്ടി ഓഫായി പോയിട്ടുണ്ട്. വേറെ എവിടെയും ലീക്കൊന്നും, അപ്പർ സൈഡ് ഞാൻ നോക്കിയായിരുന്നു, അവിടെയും ലീക്കൊന്നും കാണുന്നില്ല. അപ്പം ഈ സമയത്ത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടണം. ഒരു മിനിറ്റോ 1-2 മിനിറ്റ് ആ ഓയിലൊന്ന് സർക്കുലേറ്റ് ആവാനായിട്ട്. നമ്മളിങ്ങനെ വണ്ടി ഐഡിലിടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓയിൽ ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ചപ്പം അത് മേളിലേക്ക് കംപ്ലീറ്റ് പമ്പ് ചെയ്ത് എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഐഡിലിടുന്നത്. ഈ സമയത്ത് ഒരു ഇച്ചിരി പോലും RPM കൊടുക്കാനോ റിവ് ചെയ്യാനോ വണ്ടി എടുത്ത് ഓടിക്കാനോ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ റിങ്സിൽ സ്ക്രാച്ച് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ RPM, ഒരു 1000 RPMിലൊക്കെ ജസ്റ്റ് ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം. അതിന് മേളിൽ ഒരിക്കലും കൊടുക്കല്, റഫായിട്ടൊന്നും ചെയ്യരുത്. പിസ്റ്റൺ റിങ്സിലൊക്കെ സ്ക്രാച്ച് ആവും. ഏറ്റവും നല്ലത് ഐഡിയൽ ഇടുന്നത് തന്നെയാണ്. അതാണ് എഞ്ചിൻ ലൈഫിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ച് മോട്ടിലുള്ള ടെക്നോസിന്തേസ് സെമി സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിട്ടുള്ളൊരു അഭിപ്രായമൊക്കെ ഞാൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഒരു റൈഡ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം ലോങ് റൈഡിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് വർക്ക്ഷോപ്പിലൊന്നും പോകാതെ ചെറിയ ചിലവിൽ 2-3 ടൂൾസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഓയിൽ മാറാം, വീട്ടിൽ നിന്ന് ഓയിൽ മാറാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇത്ര നേരം മുഴുവനായി കണ്ടിരുന്ന എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.